ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബിസ്ക്കറ്റ് കവറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കൂൾ തുറന്നതിനാൽ എല്ലാ ദിവസവും ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമായിട്ട് വരും. സംഭവം ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത് തന്നെ സ്കൂൾ ടൈം ടേബിൾ ചാർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സ്, അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിലും യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റിക്കേഴ്സാണ്. ഈ ഒരു സ്റ്റിക്കേഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ പഴയ മാഗസിൻസിൽ നിന്നാണ് കേട്ടോ. അവർ വായിച്ചും കളിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള പഴയ കളിക്കുടുക്കയും മാജിക് ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സ്കൂൾ ടൈം ടേബിൾ ഒന്ന് എഴുതി കൊടുക്കണം. തൊട്ട് താഴെ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള ഡേയ്സ് ഓരോന്ന് എഴുതി കൊടുക്കുക. ആ ഓരോ ഡേയ്സിന് താഴെയായിട്ട് ഇതുപോലെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഓരോ കോളം എന്നുള്ള രീതിയിൽ. അവിടെ വേണം നമുക്ക് ഓരോ ദിവസത്തെയും പീരീഡ്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ഉണ്ടാവും നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ ചാർട്ട് കാണാനായിട്ട്. ഇനി അത് കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വാട്ടർ കളറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് കിട്ടുന്ന സ്കെച്ച് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടൈം ടേബിൾ ചാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് ടൈം ടേബിൾ ചാർട്ടും റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്കൂൾ ടൈം ടേബിളിൽ നിന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്ന ഉറപ്പുള്ള ആൾക്കാർ ആദ്യം സ്കെയിൽ യൂസ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വേണം ഇതുപോലെയൊക്കെ ഒന്ന് എഴുതി കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു കാർഡിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഡേയ്സ് എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഡേയ്സ് എഴുതുന്ന കോളംസും കൂടി ഇതുപോലെ ഒന്ന് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൊട്ട് താഴെ ഓരോ പീരീഡുകളും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോളംസ് ഉണ്ടല്ലോ, അതിന് സെയിം കളർ തന്നെ കൊടുക്കരുത്, ഡിഫറെൻറ്റ് കളറ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നമ്മുടെ ടൈം ടേബിൾ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീതിയുള്ള സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പീരീഡ്സ് എഴുതുന്ന ആ ഒരു പ്ലേസിൽ ഒന്നുകിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കാതിരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ എഴുതാനായിട്ട് CD മാർക്കർ പെന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള കുറച്ചധികം സ്കൂൾ ക്രാഫ്റ്റുകൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.